ആഹാ, ഇത്രയും ടേസ്റ്റുള്ളൊരപ്പം ഈ ഇടക്കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്നെ സമ്മതിക്കണം അല്ലേ? സമ്മതിക്കല്ല, സഹിക്കുകയാണ് ഞങ്ങൾ ചെയ്യണത്. ഇതൊക്കെ എങ്ങനെ കഴിക്കും? അതന്നെ, ഇത്രയും മോശപ്പെട്ടൊരപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും വരെ കഴിച്ചിട്ടില്ല. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുതേ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞത്. മനസ്സിലായില്ല. പോസിലെ കിട്ടണല്ലേ ഉണ്ടാതിരുന്ന് തിന്നിട്ട് പോയാ പോരെ, എന്തിനാ കുറ്റം പറയണേന്ന്. അയ്യടാ, എന്ത് ലോസ്! ഈ അപ്പം ഉണ്ടാക്കിയ മാവ ഞാൻ വാങ്ങിച്ചതാട്ടോ. അതേപോലെ ഗ്യാസ് കുറ്റിയുടെ പൈസക്ക് ഞങ്ങളും ഷെയർ ഇടുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഓസാവണത്? അതൊക്കെ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഞാനല്ലേ. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്താണ് നിങ്ങളെ കുഴപ്പം? ഒരു ഇത്തുപൂര് ഉപ്പ് കുറഞ്ഞു പോയി, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇങ്ങനെ ഇത്ര തിന്നു? ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി കഴിക്കും. ഇങ്ങോട്ട് വാരി കുഴച്ച് കഴിച്ചു നോക്ക്. കറക്റ്റ് ആയിരിക്കും, കഴിച്ചു നോക്ക്. നോക്ക്, എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, എല്ലാം ഏകദേശം പാകമായിട്ടുണ്ട്. അതാണ് പപ്പന്റെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇനി വല്ല വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് ശരിയാക്കി തരാം. വല്ല കുറവുണ്ടാ? നീ വന്നാ? ഞാൻ വിചാരിച്ചു ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ ആ വഴിക്ക് അങ്ങോട്ട് പോയത്, നമ്മളൊക്കെ മറന്നു. വേണ്ട. ഇവളെന്താ പപ്പന്റെ അപ്പം കഴിച്ചോലിരിക്കുന്നത്? ശരിയാണല്ലോ. എന്താടി? അതെ, എനിക്കൊന്ന് കിടക്കണം. പിന്നെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. നിന്നെ അന്വേഷിച്ചൂടെ ആരോ വരാനാ? പാപ്പുനെ എന്തൊക്കെ അറിയണം പറഞ്ഞ അങ്ങോട്ട് ചെയ്താ പോരെ. എനിക്കെന്താ പ്രശ്നം? പോക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇങ്ങനൊന്നും സംസാരിക്കാത്തല്ലോ. നിങ്ങൾ കഴിക്കേ. അതെ, ഈ പപ്പ കഴിച്ചു. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഫിനിഷ്ഡ്. കഴിച്ചു കഴിഞ്ഞു. അതങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പിടിക്കില്ലല്ലോ. വെളിയിൽ പോയി ഹോട്ടലിൽ പോയി കഴിക്കണം. അവന്മാർ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നക്കിക്കൊണ്ടിങ്ങ് പോരും. വീട്ടിലെന്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താൽ ഉടനെ കുറ്റവും കുറച്ച്. നീ എന്താ വന്നപാട് കിടക്കണ്? അന്നേ നീ വീട്ടിലേക്കല്ലായിരുന്നോ പോയത്? മഞ്ജു പറഞ്ഞല്ലോ നീ വീട്ടിൽ ചെന്നില്ലാന്ന്. നീ എന്തൊന്നും മിണ്ടാത്ത മാലി? നിനക്കെന്താ വയ്യേ? പാപ്പുനിത് എന്തൊക്കെ അറിയണ്ടേ? നീ ചൂടാവണ? എനിക്ക് കുറച്ച് സ്വൈര്യണ്ടോ? അത് കൊള്ളാം. ഞാൻ നിന്റെ അടുത്ത് കാര്യം ചോദിച്ചല്ലോ. ഞാൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമാവണില്ലെങ്കിലേ ഞാൻ പോയേക്കാം. മാറ് പാപ്പു. കാണിക്കണത് മാലി. നീ എവിടെ പോവാ? എവിടെ പോവാണെന്ന് വിട്ടേ പാപ്പു, ഞാൻ പോവാ. എന്താ നിന്റെ പ്രശ്നം? എന്താ നീ എവിടെ പോവാന്ന്? പോവല്ലേ. ഞാൻ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല. നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞോ മാലി? വിട്ടേ പാപ്പു. നീ എന്തിനാ ഇവിടേക്ക് പോവണത്? ഞാൻ എവിടെ പോയാലും നീ എന്നെ തല്ലിയില്ലേ? സോറി മാലി, ഞാൻ അറിയാണ്ട്. ഇവിടെ എന്താ പ്രശ്നം? എന്താ? നിങ്ങളൊക്കെ തന്നെ എന്റെ പ്രശ്നം. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് കേൾക്കാനും ഇവിടെ ആരുമില്ല. നീ ഒന്ന് ഇവിടെ ഇരുന്ന് ഞാൻ കേൾക്കാൻ പറയാന്ന്. ഇരിക്കി, പറ കാര്യം എന്താന്ന് പറ. ഇരിക്കി, ഇവിടെ ഇരി. ഇനി നീ കാര്യം പറ, ഞാൻ കേൾക്കാം. ഞാനൊരു വലിയ പ്രശ്നത്തിലച്ചു. എന്താ പ്രശ്നം?
ലച്ചു, ഞാൻ എൻ്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഗൈഡ് ചെയ്യുന്നത് ഒരു മുരളി സാറാ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതാ സാറ്. ഞാനന്ന് പോയതും സാറിൻ്റെ അടുത്തേക്കാ. ഇത്ര നാളും സാറ് നോർമലായിട്ടാണ് ബിഹേവ് ചെയ്തേ. പക്ഷെ ഇന്നലെ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ആഹാ, നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ടുണ്ടല്ലോ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ആ, പറയൂ. ഈ ഒരു പോർഷൻ ഞാൻ വിട്ടു വെച്ചിരിക്കുക. ഇത് നോക്കിയേ, ഇവിടെ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്താൽ മതി. ഇത് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യില്ലേ? ഓക്കെ. ഇത് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് ആഡായത് ക്ലിയർ ആയിക്കോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഇവിടെ നിന്നുള്ള സം കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് എക്സലിലോട്ട് ചെയ്യാം അല്ലേ? എക്സലിലോട്ട് ചെയ്താൽ മതി. അതിന് മുമ്പുള്ളത് നോട്ട് ചെയ്താൽ അപ്പോൾ മതി. ഇത് ഇവിടേക്ക് കോപ്പി ചെയ്തോളൂ. സാർ എന്തീ കാണിക്കുന്നത്? മാലിനി, ഐ ആം ഇൻ ലവ് വിത്ത് യു ബേബി. ഉന്നമാതിരി ഒരു അഴകാന പൊണ്ണനെ ഉലകത്ത് ഞാൻ പാത്തിട്ടേ ഇല്ലേ. പ്ലീസ് അക്സെപ്റ്റ് മീ, പ്ലീസ് ப்ளீஸ். நிஜமா சொல்றது இது பாருங்க, என் டிஷர்ட்டை உனக்காக தான் போட்டிருக்குது. கிங், உன்னோட கிங் தான் நான், என்னோட கியூ தான் நீ. இந்த உலகமே நமக்காக படைச்சிட்டான். ப்ளீஸ் அக்செப்ட் மீ கண்மணி, ப்ளீஸ். അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു തള്ളു. നിന്നെ പോലൊരു സുന്ദരിനെ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ് ഇങ്ങനെ തള്ളാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞ സത്യം, എന്റെ അമ്മമ്മയാണ് സത്യം. ഓക്കെ, നീ സുന്ദരിയാന്നുള്ളത് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിന്നെ പോലത്തെ വേറെ ഒരെണ്ണം ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരികളില്ലേ? അയാൾ ഈ വീട്ടിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? നീ അതിന്റെ ഇടയ്ക്ക് കയറി നിന്നെ തന്നെ പൊക്കുവാണല്ലേ? ഞാൻ എന്നല്ല ഉദ്ദേശം, നിന്നെ ഉദ്ദേശിച്ചേ. ആണോ? എന്നാ ഓക്കെ. ഇനി പറഞ്ഞു എന്തിപ്പോ പ്രശ്നം? നീ സുന്ദരിയാണെന്നാണോ? പക്ഷെ നീ സുന്ദരി അല്ല. ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര പ്രശ്നമാ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ ആഗോള പ്രശ്നം. സത്യം, നീ സുന്ദരി അല്ല. എന്നാ ശരി, ഞാൻ സുന്ദരി അല്ല. സമാധാനായി. അയ്യോ, ഇപ്പഴാ സമാധാനായത്. ഇനി ബാക്കി പറഞ്ഞു. പറ ബാക്കി. എന്നിട്ട് ഇത് ചിരിച്ചാ ഞാൻ ചിരിക്കല്ല, സീരിയസ്. പറ. എന്നിട്ട് ഞാൻ സാറിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഓഹോ, സാർ എന്നാൽ എന്നോട് ഇങ്ങനെ പറയരുതായിരുന്നു. ഒന്നുമില്ല, സാറിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. സാർ നാണാവുന്നില്ലേ? ഇനി എന്തായാലും ഞാൻ ഇങ്ങോട്ടില്ല. നീ അങ്ങനെ എങ്ങോട്ട് പോവാനാ? ഞാൻ എവിടെ പോവാനാ? ഇനി വാ, എന്റെ പൊണ്ടാൻ കുത്തി ഇങ്ങി വാ. ഇത് നോക്ക്, നല്ലപോലെ കണ്ടു നോക്കിയേ. HD പ്രിന്റാ, നല്ല ക്ലിയർ അല്ലേ? ബാത്റൂമിൽ നിന്ന് എടുത്ത നല്ല HD പ്രിന്റ് അല്ലേ? നോക്കിയേ. ജിങ്കിൻ ജാക്കടി ജിങ്കിൻ ജാ, ജിങ്കിൻ ജാക്കടി ജിങ്കിൻ ജാ. എങ്ങനെ പ്രിന്റ്? സൂപ്പർ പ്രിന്റ് അല്ലേ? അതുകൊണ്ട് ഈ ആമ്പിള്ളേരുടെ ഇതൊക്കെ കളിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കളിക്കണം, മനസ്സിലായോ? എന്ത് വീഡിയോ? അത് ഞാൻ അവിടെ പോയപ്പോ അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്തായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തു വെച്ചേക്കും. അത് എങ്ങനെ എടുത്ത്? എനിക്ക് അറിഞ്ഞൂടെ, എന്തോ സ്പൈ ക്യാം വെച്ച് എടുത്തു തോന്നുന്നു. ഇപ്പൊ ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്, ഇല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത്. എന്തായാലും നമുക്ക് എടുത്തു പിടിച്ചെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പപ്പൻ്റെ അടുത്തും കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നീ ടെൻഷൻ അടിക്കണ്ട. ആ ശരി, കറക്റ്റാ. സോറി ഡി, ഞാൻ നിന്നെ തല്ലുകയും ചെയ്തു. സോറി. അയ്യോ, അത് കുഴപ്പമില്ല. അതെന്താ? അതിനുള്ളത്
പ്ലാൻ വല്ലതും ആയാ തിന്നങ്ങാനും നടക്കുവോ? ലച്ചു, ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇതൊരു പെൺകുട്ടിയുടെ മാനത്തിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പറയാമെന്ന് വെച്ചാൽ അവർ നമ്മളെടുത്ത് തൊണ്ടിയാറ്റി ഈ വീഡിയോ കൊടുക്കാൻ വേണ്ടി പറയും. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് അത് ലീക്കായാൽ അയ്യോ, കറക്റ്റാ പോപ്സ് പറഞ്ഞ കറക്റ്റാ. നമുക്കിത് എങ്ങനെയെങ്കിലും പോലീസുകാർ അറിയാണ്ട് ഒത്തുതീർപ്പാക്കണം, അല്ലെങ്കിൽ അവൾക്ക് മോശം. എന്തായാലും അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണം. എങ്ങനെ? മുള്ളിന് മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതായത് കോമ്പൗണ്ട് ഓപ്പറേഷൻ. ഇതിനെ ഓപ്പറേഷൻ ഒന്നും അല്ല ചെയ്യേണ്ടത്, നല്ല അടി വെച്ച് കൊടുക്കുക വേണ്ടത്. എന്ത് പറഞ്ഞാലും ഓപ്പറേഷൻ. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്തൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചോണ്ട് വരുന്നത്? നിങ്ങളൊക്കെ ചെയ്തോളി. ഷോ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ഓ, നിന്റെ അഭിപ്രായത്തിനാണ് ഇവിടെ വിലയെന്നുണ്ടെങ്കിലേ നീ കമാൻഡ് ചെയ്. അല്ല പോപ്സ് എങ്ങനെ ഇമോഷണൽ ആവല്ലേ? ആവും, ഞാൻ ഇമോഷണൽ ആവും. ഓരോ സോൾജേഴ്സിനും അവരുടെ പ്ലാൻ കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. അതിലാരും ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇനി ആരും ഒന്നും പറയില്ല. എല്ലാം പപ്പ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. നീ വിഷമിക്കണ്ടീ. പോപ്സ് നമ്മുടെ കൂടെ കൊട്ടക്കുള്ളിടത്തോളം ഒരു കുഴപ്പമുണ്ടാവില്ല. അടിപൊളിയായിരിക്കും അല്ലേ പോപ്സേ? അവളുണ്ടാ, അവള് പുച്ഛിച്ചേണ്ട. ഞാനിനി വരിക. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ. എന്റെ ലച്ചു, നീ തന്നെ അല്ലേ പപ്പയെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞേ. എന്നിട്ട് പിന്നെ നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ? ഒന്ന് കൂടെ നിക്ക്. അന്ന പ്ലാൻ ചെയ്യാൻ പറ. മര്യാദയ്ക്ക് പറ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. പറ. പ്ലാൻ ചെയ്ത് പറയാൻ പറ. പറയാ അങ്ങോട്ടല്ല, എൻ്റെ അടുത്ത്. പ്ലാൻ ചെയ്ത് പറ. അതായത് എനിക്ക് അവൻ്റെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കണം. നമ്മൾ അവനെ ഫോളോ ചെയ്യണം. ഇതൊന്നും നടക്കത്തില്ല. ഫോളോ ചെയ്ത് ഒരാഴ്ച കഴിയും. അപ്പൊ ഇനി എന്തെന്നൊക്കെ എനിക്ക് അത്രയും ദിവസം ഒന്നും വേണ്ട. ഞാൻ ഇന്ന് തന്നെ ഫോളോ ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്യും കേട്ടോ. ഇപ്പൊ തന്നെ ചെയ്യും. എന്തോ എന്താ പ്രശ്നം? എന്താണ് പോയേ? നമ്മൾക്ക് എന്തോ മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ. तुमसे मिलने को दिल करता है रे बाबा, तुमसे मिलने को दिल करता है. മുന്തിനം പാത്താലേ ഹായ് ഡാർലിംഗ്, ഹൗ ആർ യു? അങ്ങനെ പറയല്ല കുട്ട. ഞാൻ കുട്ടനെ കാണാനല്ലേ വന്നത്. കുട്ട എന്തോന്നും മിണ്ടാത്തെ? ഏത് കുട്ടൻ? എൻ്റെ പേര് മുരളി എന്നാ, മിസ്റ്റർ മുരളി. അത് തന്നെ ഞാനും പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് വന്ന എൻ്റെ മുരളി കുട്ടൻ. വാ കുട്ട, നമുക്ക് അറുവാദിക്കാം. ഇത്രയും നീചമായ ഒരു പ്രവൃത്തി അതൊരു കോളേജ് അധ്യാപകൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ. എനിക്ക് ഇയാളെ അറിയത്ത പോലുമില്ല. എൻ്റെ അമ്മോ. കുട്ട അങ്ങനെ പറയല്ല കുട്ട. എന്തിനാ കുട്ട ഇവളുമാരെ പേടിക്കുന്നേ?
പേടിക്കണമല്ലോ, കാരണം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു പോയില്ലേ. ഇനി അത് ന്യൂസ് ചാനലിലിടും, ഇത് എയറിൽ കയറും, ഇയാള് വൈറലാവും. ആണോ? Oh my God. എനിക്ക് ഏറെക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒന്ന് കയറ്റുമോ? He will. ചേട്ടാ, എന്റെ പൊന്നു മക്കളെ, 3 ഭാര്യ 1 കുട്ടിയുള്ള എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അറിയണത് ചെയ്തു പോയി. തനിക്ക് നാണുണ്ട്, താൻ അപ്പ ചിന്തിച്ചില്ലല്ലോ. അപ്പൊ എന്റെ ഫോണിൽ 2 അടിച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ചെയ്തു പോയത്. ഓഹോ, താൻ 2 അടിച്ച് താൻ എന്ത് കാണിക്കോ? അല്ല, അതെ, താൻ എന്ത് തോന്നിയാസം കാണിക്കോ? അതുകൊണ്ടാണോ താൻ പാവപ്പെട്ട പെൺപിള്ളേരുടെ വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യണത്? അത് നിങ്ങൾ അറിഞ്ഞോ? അയ്യോ, ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഞങ്ങളെ ന്യൂസുകാരാണ്. താൻ മര്യാദക്ക് അത് മൊത്തം എടുത്ത് ഡിലീറ്റ് ചെയ്തോലെ, തന്നെ ഞങ്ങളെ എയറിലാക്കും. ഫോൺ എടുക്കാൻ ഏടാ, അയാളുടെ ഒരു മടി കണ്ടില്ലേ? ഈ ഒരു മോണൊക്കെ ഫോൺ കൊടുക്കോ? അപ്പോ ഓ ബോബ്സ്, അവന്റെ മെമ്മറി കാർഡ് മൊത്തം അങ്ങ് ഡെലിറ്റ് ആക്കിയാരെ. അയാളെ തലയാല മെമ്മറി ഇട്ട് അടിച്ച് നിരപ്പാകട്ടെ ഞാൻ. അതാണ് വേണ്ടത്. തൽക്കാലം വിടാം. അല്ല, നശിപ്പിച്ചിരുന്നു. താനവിടെ മുരളി ഊതി ഇരിക്കാത്തുള്ളൂ ഇതൊക്കെ വൈറലായി കഴിഞ്ഞാൽ. മിസ്റ്റർ മുരളി, ഇതേ മാലിനിയുടെ കൊട്ടേഷൻ. ഇനി എന്റെ പിള്ളേരെ തൊട്ട താൻ വിവരം അറിയും. ഞങ്ങളെ സൂപ്പർ ഗേൾസ് ആണ്. ഞാൻ സൂപ്പർമാന്. താൻ സൂക്ഷിച്ചോളോ. മൈൻഡ് ഇറ്റ്. ഒട്ടിടെ കുട്ട. യെസ്, യെസ്. come on. ഒഴുകി